ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂലൈ 6 മുതൽ 12 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. ഗൃഹത്തിലുള്ള ജപം, പാരായണമാകാം, ജപമാകാം, മന്ത്രോപദേശമുള്ളവർക്ക് മന്ത്രമാകാം. പിന്നെ അതാണ് സ്തോത്രമന്ത്രാദികൾ നമ്മൾ പറയുന്നത്. പിന്നെ ക്ഷേത്ര ദർശനം കഴിയുമെങ്കിൽ അവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന ചെറിയ വലിയ ചിലവൊന്നും ഇല്ലാത്ത വഴിപാടുകൾ അവിടെ കഴിപ്പിക്കുക. സമർപ്പണത്തിന് അത് വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്തോത്രം അല്ലെങ്കിൽ മന്ത്രം, ശ്ലോകങ്ങൾ ഒക്കെ ഉള്ളിൽ നിന്ന് ജപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സമർപ്പണം ഉണ്ടാവും. ആ ക്ഷേത്രത്തിലെ ദേവതയുമായിട്ട് ആ ഒരു കോൺഷ്യസ്നെസ്സുമായിട്ട് ഒരു കണക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ അവിടെ ഉണ്ടാകുമ്പോൾ കഴിയും. നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ തന്നെ മനസ്സ് ഭക്തി സാന്ദ്രമാകും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ അത് വളരെ പ്രധാനമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ പ്രാർത്ഥന പൂർണ്ണ സമർപ്പണമുണ്ടെങ്കിൽ ഭാരതീയ വിശ്വാസം അനുസരിച്ച് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് മാത്രമല്ല, ശുഭഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നീങ്ങി നല്ല ഫലങ്ങൾ വന്നു ചേരും എന്നാണ് വിശ്വാസം എന്നുള്ള കാര്യം അറിയാം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ സമാധാനം, സന്തോഷമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവത്തിലൂടെ തന്നെ അറിയണം. എക്സ്പീരിയൻസ് ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ അറിയുവാൻ എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണത്. പ്രാർത്ഥിച്ചു നോക്കും, അപ്പോൾ അറിയാം. ഇനി നമ്മൾ രാശിഫലത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തിക നില തിരക്കേടില്ല എന്നുള്ളതാണ്. അതായത് വരുമാനം ഉണ്ടാകും. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന വാരമാണ്. യാത്രകൾ ധാരാളം ഉണ്ടാവും. യാത്രകളിലൂടെ ഒരു സന്തോഷവും സമാധാനവും. കഴിഞ്ഞ കാലത്ത്, അതായത് കഴിഞ്ഞ വാരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, അതായത് ആൾക്കാരുമായിട്ടൊരു മാനസികമായിട്ടുള്ള അകൽച്ച ഉണ്ടായിരുന്നതൊക്കെ അല്പം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും. ആ കുറവ് തന്നെ മനസ്സിന് വളരെയധികം സമാധാനവും സന്തോഷവും നൽകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിയേണ്ടത്. ചൊവ്വയുടെ ഒരു സ്തുതിയും ഒക്കെ കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പൾസീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും. എടുത്തു ചാടി കാര്യങ്ങൾ അഭിപ്രായം പറയുക, ഒരു തീരുമാനമെടുക്കാൻ താല്പര്യപ്പെടുക, അല്ലെങ്കിൽ അത് നല്ലതാണ്, ഇത് നല്ലതല്ല എന്നൊക്കെയുള്ളൊരു തോന്നലിൽ അല്പം കുറവുണ്ടാവും എന്നുള്ളതാണ്. അതൊരു ബാലൻസ് വരും. ഈ ബാലൻസ് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവി ശോഭനമാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഓഫീസിലായാലും ഗൃഹത്തിലായാലും വളരെ സംയമനത്തോടുകൂടി പെരുമാറുന്നതുകൊണ്ട് ജീവിതത്തിന് പുതിയൊരു അർത്ഥവും മാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ക്യാഷ് പ്ലാനിങ്ങിനൊക്കെയുള്ള ഏറെ താല്പര്യം വരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് 4ാം വ്യാഴവട്ടം കഴിഞ്ഞവർ, 48 വയസ്സ് കഴിഞ്ഞവർ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അത്രേ ഉള്ളൂ. വലിയ പ്രയാസങ്ങൾ, ഏഴരശനിക്കാലത്തിൻ്റെ ഒരു തുടക്കമായതുകൊണ്ട് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ ചെറുതായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ കുറയ്ക്കുക. പണം അധികം ചിലവാക്കിയുള്ള ബിസിനസ് ഒന്നും ഇപ്പോൾ അത്ര നല്ലതല്ല. ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് കുറച്ചുള്ള റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒട്ടും നല്ലതല്ല. ഷെയർ ട്രേഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത സമയമാണ്. തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുക. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. മനസ്സിൻ്റെ ഒരു സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വളരെ കാലത്തിൻ്റെ പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ കൊണ്ട് മനസ്സിനൊരു ഊർജവും ഉന്മേഷവും യൂഷ്വലി ഉണ്ടായിരുന്നത് കുറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു. കഴിഞ്ഞ ചില മാസങ്ങളോ ഒരു വർഷമായിട്ടോ അതൊരു ആത്മവിശ്വാസക്കുറവ്, ഒരു ഡ്രൈവ് ആൻഡ് ഇനിഷ്യേറ്റീവിൻ്റെ കുറവും ഒക്കെ വളരെ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. എന്ത് കാര്യം നമ്മൾ ഇറങ്ങിത്തിരിച്ചാലും എന്താ ഇപ്പോൾ അത് ശരിയാകത്തെന്നുള്ളൊരു തോന്നൽ ഒരുപക്ഷെ ആത്മവിശ്വാസം കുറച്ചിട്ടുണ്ടാകാം. അതിലൊക്കെ മാറ്റം വരുന്ന ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴൻ ശുഭ
രാശി ഇപ്പോൾ ശുഭമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ഈ രാശിക്കാർക്ക് എന്നുള്ളതുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു സൂചന, കാര്യങ്ങളൊക്കെ ശരിയാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ആ തോന്നൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, കാര്യങ്ങളിൽ വിജയിക്കുവാനുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ദൂരദേശത്തും വിദേശത്തും യാത്ര, ടൂറ് ഇതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. വീട് പണി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടരുവാനുള്ള ഒരു സാഹചര്യമുണ്ടാകും. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ചിട്ടിയോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, ഒരുപക്ഷെ 2 വർഷമായിട്ട് മുടങ്ങിയിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. യോജിച്ചത് ജാതകപ്പൊരുത്തമൊക്കെയുള്ള പിന്നെ സ്ഥാനം കൊണ്ടുമൊക്കെ യോജിച്ച വിവാഹാലോചനകൾ വരുന്ന ഒരു സമയമാണ്. പ്രണയകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ടെൻഷനും ഒക്കെ മാറി വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഈ വാരം കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഏറിയിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാം. പഴയ ബാധ്യതകൾ, കടമൊക്കെ ഉള്ളവർക്ക് ധാരാളം കടമുണ്ടാവും. ഈ രാശിയിൽ ഒരു സൈസബിൾ നമ്പറിനും 50%-ലധികം ആൾക്കാർക്കും കഴിഞ്ഞ കാലത്തെ ബാധ്യതകൾ കൊണ്ട് നടക്കേണ്ട ഒരു ആയിരുന്നു. ഇപ്പോൾ അത് മാറി വരുന്നു. അപ്പോൾ അത് മാറ്റാനുള്ള അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബാധ്യതകൾ കുറയ്ക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം വരികയും ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പൊതുവെ കാര്യങ്ങളിൽ അനുകൂല ഭാവം കാണുന്നതുകൊണ്ട് ഈ രാശിനാഥനായിട്ടുള്ള ശുക്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുക, മഹാലക്ഷ്മിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശുക്രനെ വണങ്ങുക, ശുക്രനൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും നല്ലതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഒരു ശ്ലോകം, പ്രശസ്തമായിട്ടുള്ള ശ്ലോകം ജപിക്കുന്നതും നല്ലതാണ്. ഹിമകുന്ദ മൃണാലാഭം എന്ന് ആരംഭിക്കുന്ന ഒരു സ്തോത്രമുണ്ട്, അതായത് ശ്ലോകമുണ്ട്. ആ ശ്ലോകം അങ്ങോട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. നല്ല കാര്യങ്ങൾക്ക് ചിലവേറിയിരിക്കും എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ പലപ്പോഴും ദാനധർമാദികളോ വേണ്ടപ്പെട്ടവരെ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണം ചിലവാക്കുന്ന ഒരു സമയമാണ്. കാരണവസ്ഥാനീയരെ വണങ്ങേണ്ടുന്ന ഒരു കാലമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും നടന്നു കിട്ടുന്ന ഒരു സമയമാണെന്നും പ്രത്യേകിച്ച് ഓർത്തോളുക. എന്നാൽ എല്ലാ കാര്യത്തിലും ആദ്യം ഒരു തടസ്സം വരാം. ശനി അത്ര ശുഭസ്ഥിതനല്ല എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ശരിയായി വരുമ്പോഴേക്കും ഒരു തടസ്സം വരും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, പിന്നീട് അത് അങ്ങോട്ട് ശരിയായിക്കോളൂ. ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് വ്യാഴാഴ്ച വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഒരു പുഷ്പാഞ്ജലി അവിടെ കഴിപ്പിക്കുക. ദിവസവും വിഷ്ണു സ്തോത്രം ജപിക്കുക. സഹസ്രനാമം, അഷ്ടോത്തര ശതനാമാവലി ഇവയൊക്കെ ജപിക്കാവുന്നതാണ്. അങ്ങനെ വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങും. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വരുമാനത്തിലുണ്ടായിരുന്ന തടസ്സവും ഈ പരിഹാരം കൊണ്ട് നീങ്ങിക്കിട്ടും. വിദ്യാർത്ഥികൾക്കും പഠന കാര്യങ്ങളിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഉയർച്ചയുണ്ടാവും. ചില കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം, പേപ്പർ അരിയേഴ്സ് ആവുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിലൊരു മാറ്റം വരുന്നതിൻ്റെ സൂചന ഈ വാരം ലഭിക്കുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും പൊതുവെയുള്ള വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, കുടുംബ ബന്ധങ്ങളിൽ ചില ശൈഥില്യമൊക്കെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നിരിക്കാം, അതിൽ കാര്യമായിട്ടുള്ള കുറവ് വരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാനത്തെ 1/4 ഭാഗം, പൂയം ആയില്യം. ഊർജ്ജസ്വലത അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ഒരു വാരമാണ്. കഴിഞ്ഞ വാരത്തിൽ ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും, അനുകൂലമായിട്ടുള്ള സൂചനകൾ. അതിനു മുമ്പുള്ള വാരങ്ങളിൽ വരുമാനം ഉണ്ടായിരുന്നിട്ടുണ്ടാകാം, അധിക പണച്ചെലവ് കാരണം പല വിഷമങ്ങളും വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. എന്നാൽ പഴയ ബാധ്യതയുള്ളവർക്ക് ഇപ്പോഴും എങ്ങനെ ഇപ്പോൾ ബാധ്യതയൊക്കെ തീർക്കുക, ഇപ്പോൾ ഈ വരുമാനം കൊണ്ട് എങ്ങനെയാണ് ഇതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുക എന്നതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടാകാം. ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഉറക്കത്തിൽ ഡിസ്റ്റർബൻസോ വരുന്ന ഒരു കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. എന്നാൽ സാമ്പത്തികമായി അനുകൂലമായിട്ടുള്ള സൂചനകൾ കാണുന്നുണ്ട്. പഴയ ബാധ്യതകൾ ഉള്ളവർക്കും അത് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത വാരം തന്നെയാണ് എന്നുള്ള കാര്യം അറിയുക. എന്നാൽ പ്രണയിക്കുവാൻ സാഹചര്യം ഒരുങ്ങുമെങ്കിലും ഒരു സെക്കൻഡ് തോട്ടിന് ശേഷം മാത്രമേ
ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ. പ്രണയം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രണയം വരിക എന്നുള്ളതല്ല. ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക്, ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം വരാനുള്ള ഭാഗ്യമുണ്ട്. സൗഹൃദം മനസ്സിന് ഒരു കുളിർമയായിട്ട് വരുന്ന ഒരു വാരമാണ്. പുതിയ പുതിയ പരിചയങ്ങൾ ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. അത് ബിസിനസ്സിലൊരു ഉയർച്ച നൽകുവാനും സഹായിക്കും. ഒരു മെറ്റീരിയൽ എഫ്ലുവൻസിന് ഉള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നതായി അനുഭവപ്പെടും. തിങ്കളാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ദുർഗാ സ്തോത്രം ദിവസവും ജപിക്കുക. ദുർഗാക്ഷേത്രം തിങ്കളാഴ്ചയിൽ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ ചുവന്ന തെറ്റിപ്പൂവും കുങ്കുമവും നൽകുന്നതുകൊണ്ട് ദേവി തൃപ്തി വരും. എല്ലാ കാര്യത്തിലുള്ള തടസ്സവും അതുകൊണ്ട് നീങ്ങി പൊതുവെ ഉള്ള ബാധ്യതകൾ കുറയ്ക്കുവാനും, ബാധ്യതകൾ കുറഞ്ഞവർക്ക് ആഡംബരത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഉള്ളൊരു സാഹചര്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രയാസങ്ങൾ വരുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ചില വാരങ്ങളായിട്ടത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് 4-ാം വ്യാഴവട്ടം കടന്നവർക്കും ടെൻഷനുള്ള ജോലി ചെയ്യുന്നവർക്കും, അതായത് വളരെയധികം IT ഫീൽഡിലൊക്കെ വളരെ ടെൻസ് ജോബ്സൊക്കെ ചെയ്യുന്നവർക്ക് സ്വന്തം ആരോഗ്യ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. രക്തദൂഷ്യം എന്നൊക്കെ പറയും, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സൊക്കെ വരുന്നൊരു കാലമായതുകൊണ്ട് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് വെക്കിയാൽ ആവശ്യമുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കേഷനൊക്കെ സ്വീകരിക്കേണ്ട ഒരു സമയമാണ്. പ്രണയത്തിന് ഒട്ടും അനുകൂലമായിട്ടുള്ള കാലമല്ല. റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം. വിവാഹത്തിലായാലും അത് വരാം. നമുക്കൊട്ടും ചേരാത്ത ഒരു വിവാഹത്തിലേക്ക് ചെന്നപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കഴിയുന്നതും വിവാഹ കാര്യങ്ങളിൽ ഈ വാരം തീരുമാനമെടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം അറിയാം. ശരീരത്തിന് ചെറിയ മുറിവോ പ്രയാസങ്ങളോ ഒക്കെ വരാം. ഇമ്പൾസീവായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള ശത്രുതയൊക്കെ കുടുംബത്തിനകത്തും പുറത്തും ഓഫീസിലും ഒക്കെ വരാം. പെട്ടെന്ന് ജോലി മാറാനുള്ളൊരു താല്പര്യമുണ്ട്. എന്നാൽ ജോലി തൽക്കാലം മാറിയാൽ പുതിയൊരു ജോലി, ആ രീതിയിലുള്ളൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് സ്വന്തമായിട്ട് വരുമാന മാർഗം വരാനുള്ള ഭാഗ്യമുണ്ട്. അവിചാരിതമായിട്ട് അല്പം പണം വന്നു ചേരാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയാം. വിവാഹ കാര്യങ്ങളിൽ ശ്രമം ആവശ്യമാണ്. ആ ശ്രമം കൊണ്ട് പല കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങൾ കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും എന്നുള്ളതിലും സംശയം വേണ്ട. തടസ്സങ്ങൾ നീക്കുവാനും ആരോഗ്യകാര്യങ്ങളൊക്കെ പരിഹൃതമാകുവാനുമായി ഞായറാഴ്ച വ്രതമെടുത്ത് മഹാദേവ ക്ഷേത്ര ദർശനം, ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ധാര കഴിപ്പിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം അറിയാം. ആദിത്യന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ആദിത്യ ഹൃദയ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുന്നതും കൊണ്ട് എല്ലാ തടസ്സങ്ങളും നീങ്ങും, നല്ല ആരോഗ്യം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി, ഉത്തര അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വരുമാനത്തിൽ എന്തോ ഒരു തടസ്സം വരുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകും. പ്രതീക്ഷിച്ചിരുന്ന ഒരു ബില്ല് മാറി കിട്ടാനുള്ള, അല്ലെങ്കിൽ ഒരു ചെക്ക് വരാനുള്ള ഒരു താമസമൊക്കെ അനുഭവപ്പെടാം. അല്ലെങ്കിൽ അത് മാറി കിട്ടാനുള്ള ഒരു താമസം അനുഭവപ്പെടാം. പ്രതീക്ഷിച്ചിരുന്ന ചിട്ടിയോ അല്ലെങ്കിൽ ലോണിലോ ഒക്കെ ഒരു തടസ്സം വരുന്നതായിട്ടും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവ് വരാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്ന് പഠിച്ചിട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ നമ്മുടെ സെലക്ഷൻ വളരെ ഇൻ്റലിജൻ്റായിട്ട് മാത്രം നടത്തുക എന്നുള്ളതാണ്. റോങ് സെലക്ഷൻ വരാം ഫ്രണ്ട്ഷിപ്പിൽ. അത് നമ്മുടെ പഠനകാര്യങ്ങളെ ബാധിക്കാം എന്നുള്ളതാണ്. നല്ല കോഴ്സസിന് അഡ്മിഷൻ ലഭിച്ചവർക്ക് പോലും അലസത, വളരെ ആഗ്രഹിച്ചിരുന്ന് കിട്ടിയ കോഴ്സ് തന്നെ വേണ്ട രീതിയിൽ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തേണ്ട കാലമാണ്. കാരണം അതിൽ തടസ്സവും ഒരു ആത്മവിശ്വാസക്കുറവും വരാനുള്ള ഒരു സാധ്യത പ്രകടമായി കാണുന്നുണ്ട്. ചൊവ്വാദോഷം രാഹുദോഷവും ഒക്കെ ഉള്ളവർ ജാതകത്തിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ നടത്തേണ്ടുന്ന ഒരു കാലമാണ്. കാരണം വിവാഹ കാര്യങ്ങളിൽ ഈ കാരണം കൊണ്ട് പലപ്പോഴും തടസ്സം വരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴൻ്റെ ഒരു സ്ഥിതിയും ശനിയുടെ സ്ഥിതിയും പരിഗണിക്കുമ്പോൾ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനും അനുയോജ്യമല്ല. പാർട്ട്നേഴ്സിനെ കൊണ്ട് പ്രയാസങ്ങളുണ്ടാകാം. പുതിയ ഫ്രണ്ട്ഷിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ സർക്കിളിൽ പുതിയൊരു സൗഹൃദമൊക്കെ കൊണ്ടുവരുന്നത് ഒരു സ്കാനിങ്ങിന് ശേഷം മാത്രം മതി എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. ശനിക്ക് എള്ളുതിരി തെളിക്കുക. ശനിയുടെ സ്തോത്രമോ ശ്ലോകമോ ഒക്കെ ജപിക്കുക. അപ്പോൾ പ്രയാസങ്ങൾ നീങ്ങും. പ്രശസ്തമായിട്ടുള്ള ആ ശ്ലോകമുണ്ട്, നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനൈശ്ചരം. അത് ജപിച്ചോളൂ. 9 പ്രാവശ്യം വെച്ച് രാവിലെയും വൈകുന്നേരം. എന്ത് തടസ്സം ഉണ്ടെങ്കിലും
ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതായിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും, ജീവിതത്തിന് പുതിയൊരു അർത്ഥം വരികയും ചെയ്യും. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. കുറേ കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊന്ന് നീങ്ങുന്നതായിട്ട് ഒരു തോന്നലുണ്ടാകാം. അത് സൂചനകൾ ലഭിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. ഇപ്പോൾ വസ്തു വിൽപ്പനയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആ വസ്തുവിലൊക്കെ ഒരു തീരുമാനം വരുന്നതായിട്ട് അനുഭവപ്പെടും. പുതിയ ഓഫേഴ്സൊക്കെ വരും എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹ കാര്യത്തിലും കുറച്ചു കാലമായിട്ട് മുടങ്ങിയിരുന്ന അല്ലെങ്കിൽ പണ്ട് വന്നിട്ട് പോയ വിവാഹാലോചനകൾ തിരിച്ചു വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പ്രണയത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം, അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്, റിലേഷൻഷിപ്പിലൊക്കെ അത് വരാമല്ലോ. അതൊക്കെ ഒന്ന് കുറയും. സംസാരിക്കുന്നുകൊണ്ടിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലമാണ്. ഗൃഹത്തിലായാലും ഓഫീസിലായാലും അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ട് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയുമെന്നുള്ളതിൽ സംശയം വേണ്ട. പുതിയ ജോലി തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം തന്നെ വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ദൂരദേശയാത്ര, വിദേശയാത്ര ഇതിനുള്ള ഭാഗ്യമുണ്ട്. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സിന് ശ്രമിക്കാവുന്ന ഒരു കാലമാണ്. പഴയ അരിയേഴ്സോ DAയോ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുവാനുള്ള യോഗവും ഈ വാരം കാണുന്നുണ്ട്. എന്തായാലും സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുന്ന ഒരു കാലത്തിലേക്കുള്ള പ്രവേശമാണ്. എന്നാൽ പഴയ ബാധ്യതകളുള്ളവരൊക്കെ, വലിയ കടമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മഹാലക്ഷ്മി പ്രീതി അത്യാവശ്യം വരുത്തണം. ലളിതാ സഹസ്രനാമം ജപിച്ചോളൂ. ഈ രാശിയിൽ ജനിച്ചവർ തടസ്സങ്ങൾ നീക്കുവാനായി രാശിനാഥനായിട്ടുള്ള ശുക്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശുക്രനൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. വെള്ളിയാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങും, സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖ അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. വരുമാനത്തെക്കാൾ ചിലവ് ഏറുന്ന ഒരു വാരമാണെന്നുള്ളതാണ്. ധാരാളം പണമൊക്കെ വരും. നമ്മൾ ഇത് കുറച്ചൊക്കെ മാറ്റി വെച്ച് മറ്റേ ഇന്ന കാര്യങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാം എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് മറ്റെന്തെങ്കിലും ആവശ്യം വന്നങ്ങ് ചിലവായി പോകുന്ന ഒരു കാലമാണ്. പഴയ ബാധ്യതകളുള്ളവർക്ക് കോപ സ്വഭാവം, ഇറിറ്റബിലിറ്റി നമ്മൾ പറയുമല്ലോ, അതൊക്കെ വരുന്ന ഒരു സമയമാണ്. വീട്ടിലുള്ളവരോട് തന്നെ കോപം വരിക, വിദ്യാർത്ഥികൾക്ക് സ്കൂളിലും കോളേജിലും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് വരിക, അതിൻ്റെ കോപമോ അല്ലെങ്കിൽ നിരാശയോ ഒക്കെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്നതുകൊണ്ട് കുടുംബത്തിനകത്ത് വളരെ ടെൻഷനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വരാം എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം ഒരു നിയന്ത്രണം വേണം. വളരെ പ്ലസൻ്റായിട്ടുള്ളൊരു മുഖഭാവവുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. പുഞ്ചിരി ശീലിക്കുക എന്നൊക്കെ പറയും. സ്മൈൽ തെറാപ്പി ഇൻ വെസ്റ്റേൺ കൺട്രീസിൽ പറയുമല്ലോ. അപ്പോൾ അതുപോലെ പുഞ്ചിരി രാവിലെ മുതൽ ശീലിക്കേണ്ട ഒരു കാലമാണ്. എല്ലാ കാര്യങ്ങളും പുഞ്ചിരിയോടുകൂടി നേരിടേണ്ട ഒരു സമയമാണ് എന്നും പ്രത്യേകിച്ച് അറിയുക. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടും വാരാന്ത്യത്തോടുകൂടി. എന്നാൽ ചിലവ് ഏറെ ഇരിക്കുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളാണ് ഏറെ പ്രകടമായി കാണുന്നതെന്നുള്ളതാണ്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക, പ്രത്യേകിച്ച് ഭദ്രാക്ഷേത്ര ദർശനം നടത്തുക. ഭദ്രാംബിക സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുമെന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വരുമാനത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്ന ഒരു വാരമാണ്. അപ്രതീക്ഷിതമായിട്ട് അല്പം പണം, ഒരു കുറച്ച് ക്യാഷ് വന്ന് ചേരാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ അത് അരിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോഷൻ്റെ അരിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കാൻ ഭാഗ്യമുള്ളൊരു സമയമാണ്. യാത്രകൾ ധാരാളം വരിക, പ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ധാരാളം വരുന്ന ഒരു വാരവുമാണ്. കൂട്ടുകെട്ട്, പുതിയ സൗഹൃദങ്ങൾ വരിക, പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ഉണ്ടാവുക, അതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു സമയമാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രയത്നം അത്യാവശ്യം വേണം എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. നമ്മുടെ ഒരു ശ്രമം കൊണ്ട് വിവാഹ കാര്യങ്ങളിലൊരു തീരുമാനം വരാം. ചൊവ്വ രാഹു കേതു ദോഷങ്ങൾ ജാതകത്തിൽ ഉള്ളവർ അതിന് വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം അറിയാം. കുടുംബത്തിൽ സന്തതിയുടെ ജനനമോ ചെറിയ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഒരു പ്ലസൻനെസ് ഫീൽ ചെയ്യും. കഴിഞ്ഞ കാലത്തിൽ ഒരു നിരാശയൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഒരു പ്ലസൻനെസ് ഫീൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതുകൊണ്ട് മനസ്സ് തുറന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ സമയത്ത്. വളരെ കാലത്തെ പ്രയാസങ്ങൾക്ക് ശേഷം വരുന്ന ചെറിയൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാലും ശനി പൂർണ്ണമായി അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്
ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി, കഴിയുമെങ്കിൽ അവിടെ ഒരു നീരാജനം കഴിപ്പിച്ച് ധർമ്മശാസ്ത്ര സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി 2 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിക്കുക. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാടം അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പല കാര്യങ്ങളിലും ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന ബാധ്യതയോ അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന തിരക്കോ ഒക്കെ കുറയുന്ന ഒരു സമയമാണ്. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് പല കാര്യങ്ങളിലും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന അലസതയൊന്ന് കുറയും, ഒരു ലക്ഷ്യബോധം വന്നു ചേരും. കോപസ്വഭാവം എന്നാലും തുടരും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും സ്കൂളിലും കോളേജിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് കൊണ്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾക്കും കാര്യമായിട്ടുള്ള കുറവ് ഈ വാരം വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ വാരം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വിവാഹകാര്യത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ സന്തതി ഭാവത്തിനോ, കുട്ടികൾക്ക് ജോലി കിട്ടുക, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുക, നല്ല കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുക, ഇതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം, പൊതുവെ തീർത്ഥാടനത്തിനുള്ള ഭാഗ്യമൊക്കെ ഈ വാരം കാണുന്നുണ്ട്. പുതിയ വസ്ത്രം, ആഭരണം ഇവയ്ക്കുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. പൊതുവെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു യോഗം ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിൽ അല്പം ഒരു ആശ്വാസവും വരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. തടസ്സങ്ങളൊക്കെ നീക്കുവാനായിട്ട് വ്യാഴപ്രീതി അത്യാവശ്യം വരുത്തുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ. കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ഒരു താമര അവിടെ സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. വിഷ്ണു സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായി ജപിച്ചോളൂ. കുടുംബത്തിൽ ഐശ്വര്യം വരുന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരൂരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കിൻ അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. ഈ സ്പോണ്ടിലോസിസ് ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജോയിൻസിനൊക്കെ പ്രയാസങ്ങൾ വരുന്നൊരു സമയമാണ്. 4-ാം വ്യാഴവട്ടം കഴിഞ്ഞവർക്ക്, പ്രത്യേകിച്ച് 5-ാം വ്യാഴവട്ടം കഴിഞ്ഞവർക്ക്. നേരത്തെ ഉണ്ടായിരുന്ന ജോയിൻസിൻ്റെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഈ റുമാറ്റിക് ആർത്രൈറ്റിസ്, ഇതൊക്കെ ഒരുപക്ഷെ തിരിച്ചു വരാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട വാരമല്ല അതാണ്. എന്നാൽ വിവാഹാലോചനകൾ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. യോജിച്ച രീതിയിലുള്ള വിവാഹാലോചന തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. നല്ല കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കാനുള്ള ഭാഗ്യം, എക്സാമിൽ വിജയിക്കുവാൻ, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കുവാനുള്ള ഭാഗ്യം, ചെറിയൊരു വരുമാന മാർഗം വന്നു ചേരുവാനുള്ള യോഗം, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് ഒരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യം, ഇപ്പോഴുള്ള ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും പുതിയ മാറ്റത്തിനുള്ള ഒരു ഓഫർ വരാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് എന്ന് അറിയുക. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം. അധിക പണച്ചെലവ് വരാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പണം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന ഒരു ഫിക്സഡ് സം ഉണ്ടല്ലോ, അത് മുഴുവനും ലഭിക്കണം എന്നില്ല. ഇങ്ങനെയുള്ള ചില പരിമിതികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രയാസങ്ങൾ നീക്കുവാനായി സർപ്പപ്രീതി വരുത്തുക, നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. സകല ആരോഗ്യ പ്രശ്നങ്ങളും നീങ്ങും. വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി പുനരുട്ടാതി അവസാനത്തെ 1/4 ഭാഗം, ഉത്രട്ടാതി രേവതി. വാഹനത്തിന് ചെറിയ റിപ്പയറോ അധിക പണച്ചെലവോ ഒക്കെ വരാം. ഗൃഹത്തിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും റിപ്പയർ വർക്ക് വന്ന് കയ്യിലുള്ള പണമൊക്കെ അതുവഴി അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥ വരെ. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം കാണുന്നുമുണ്ട്. അതായത് ആവശ്യത്തിന് പണമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ വന്നു ചേരും ലാസ്റ്റ് മൊമെൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ നന്നായി നടന്നു പോവുകയും ചെയ്യും എന്നുള്ള കാര്യം അറിയാം. പിന്നെ വേണ്ടപ്പെട്ടവർ സഹായിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെയില്ല. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് സ്വന്തമായി വീടോ അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിൽ തീരുമാനമോ അവർക്ക് സ്വന്തമായിട്ട് വരുമാനമോ ഒക്കെ വന്നു ചേരുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ശരീരത്തിന് അകാരണമായിട്ടൊരു ക്ഷീണം അനുഭവപ്പെടാം എന്നുള്ളതാണ്.
അതായത് എന്താ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ അധികം പ്രായമായിട്ടില്ലെങ്കിൽ പോലും തോന്നുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വരാനും കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരാനും സാധ്യതയുള്ളതുകൊണ്ട് കൂട്ടുകെട്ട് നിയന്ത്രിക്കുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായിട്ട് ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും ധർമ്മശാസ്ത്ര അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. അതുപോലെ അന്നദാനമാണ് ഏറ്റവും നല്ലത് ഇക്കാലം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഈ പ്രാർത്ഥന കൊണ്ടും ജപം കൊണ്ടും പ്രയാസങ്ങളൊക്കെ നീങ്ങി ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ ഉണ്ടാവണം. ഫുൾ നെയിം വേണം. എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നതെന്നുള്ള കാര്യവും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പൊതുവേ എല്ലാവരും ചോദിക്കാറ് ഇപ്പോഴെങ്ങനെയാണ് സമയം എന്നുള്ളതാണ്. എല്ലാത്തിനും നല്ല സമയമല്ല. അപ്പോൾ വിവാഹത്തിനാണോ, സാമ്പത്തിക നിലയ്ക്കാണോ, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നല്ലത്, ബിസിനസ് അനുയോജ്യമാണ്, ഇങ്ങനെയുള്ള ഏത് ചോദ്യവും ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി ഈ പ്രോഗ്രാമിലൂടെ നൽകും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ആദ്യത്തെ മെയിൽ Miss Neeta John Gova. I'm Aquarius എന്നാണ് പറഞ്ഞത്. I'm Aquarius. I'm running a coffee shop with music. Daughter is also a good singer. Now things are not going on very well for my daughter, and she's all the time due to some reason she is unhappy. I cannot just identify the reason why she is unhappy. Will my coffee shop go on very well? Why things are not moving according to my plans now? It was moving on very well in the past, but it is not going on according to my plans now. എന്നുള്ളതാണ് Ms. Neeta John from Goa is saying. And her question is whether her coffee shop will go on. Your nakshatram is Shatabhisha or Chatem Nakshatram, and the present period, especially in the past 1 year, was not all that good. We call it a 7.5 year period of Shani or Saturn, or we call it as Edara Shani, and more than that it was Janma Shani. Now things are changing. Guru is in a better position, and so you are likely to solve the problems this year itself. Your coffee shop will go on very well this year. That is when months advance. By the end of the year 2025, your coffee shop will be running smooth as it was before, and you are likely to have a very good income, and your attitude, your daughter's attitude to you also will change. It's a short period, but you have not mentioned the birth details of your daughter, so I cannot check it now. Anyway, you are going to be happy by the end of 2025, so be happy and confident everything is going to come out very well. Miss Pooja Subramaniam Trichy. Miss Pooja Subramaniam Trichy. My Rashi is Katakam. I'm a neurosurgeon. How about my marriage? So you are not married, and you have mentioned your age as 38. Is it correct? So Rashi is Katakam. And your nakshatram is Pushyami or Pushya. Your nakshatram is Pushyami or Pushya, and your Rashi is Katakam. And according to the horoscope, actually there was a marriage period 5 years back. Probably you had a relationship, or probably a very good proposal might have come in which you were very much interested, which did not materialize. Don't worry, Pooja, you'll be having a very good marriage this year itself. That is 2025, or in the first half of 2026 you are likely to get married, because Shukra is very powerful now. And you are likely to continue your artistic activities, because your horoscope indicates very good artistic activity. Probably you are a singer or a dancer, and it is likely to continue very well. You are likely to get some award or something like that in the year 2025 itself. Anyway, you will be happy about the recognition that you are likely to get. And your marriage is also likely to be finalized. Probably you will have a relationship this year, or you might meet somebody who is very attractive to you, or a very good horoscope might come in which your family might be interested. Anyway, it is going to be good by the end of the year 2025. So be happy and confident. Everything is going to come out very well. It is always better that you chant Shiva Parvati Stotram every day facing eastern direction in the morning and in the evening. Whatever be the Ashuti, you go on chanting. That is very, very important, without break. And you will be having a very happy family life. Be happy and confident.
ശ്രീ ലംബോദരൻ ആശാൻ വർക്കല ആണ്. മകൾ വിശാഖം 32 വയസ്സ്. ആദ്യ വിവാഹം ശരിയായില്ല. ഭാവി എങ്ങനെയാണ്? ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മകൾ വിശാഖം 32. ചൊവ്വയുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോഴേക്കും ചെറിയൊരു ചൊവ്വാദോഷം കാണുന്നുണ്ടെന്ന് മാത്രമല്ല, കോപ സ്വഭാവവും അല്പം വാശിയുണ്ട്. അതൊന്ന് കുറയ്ക്കണം. അതിനായിട്ട് യോഗധ്യാനം ശീലിക്കുക. നാരായണീയത്തിലെ ശ്രീരാമ അവതാര വർണ്ണനം ഭാഗം പാരായണം ചെയ്ത് രണ്ടും നിർബന്ധമാണ് കേട്ടോ. ചില വിവാഹം വരാൻ ഭാഗ്യമുള്ളൊരു സമയം ആരംഭിച്ചിട്ടുണ്ട്. വിവാഹം വന്നാൽ മാത്രം പോരല്ലോ, അത് നിലനിർത്തുവാനും കഴിയണമല്ലോ. ഈ കോപ സ്വഭാവം അല്പം വാശിയുണ്ട്, അത് നിയന്ത്രിച്ചേ മതിയാവൂ എന്നുള്ളതാണ്. നല്ലൊരു വിവാഹം കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട കാലമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വിവാഹം കിട്ടും. ഒരുപക്ഷെ ടീച്ചിങ് ലൈനിലുള്ള ഒരാളെ തന്നെ കിട്ടാനുള്ള ഭാഗ്യം ഇതിനകത്ത് പ്രകടമാണ്. സന്തോഷമായിരിക്കുക. ചെയ്യേണ്ട ഒരു കാര്യം ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതമെടുക്കുക. ശിവാഷ്ടോത്തര ശതനാമാവലി ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും മാറും കേട്ടോ. സന്തോഷമായിട്ടിരുന്നു. ഇനി അടുത്തത് ശ്രീമതി സതീകുമാരി ചെങ്കൽ. ഹസ്ബൻഡ് ഭർത്താവ് 67 വയസ്സ്. മകൻ നക്ഷത്രം. മനസ്സിന് ഒരു അസ്വസ്ഥത പ്രകടമാകുന്നു. തനിച്ചിരുന്ന് സംസാരിക്കുന്നു. പലപ്പോഴും വളരെ ചിരിച്ച് സംസാരിച്ചിരുന്ന ആളിപ്പോൾ ചിരിക്കുന്നേ ഇല്ല. നക്ഷത്രം മകം. നമ്മൾ ഇപ്പോൾ സമയം നോക്കുമ്പോൾ ശനി അത്ര അനുകൂല ഭാവത്തിലല്ല എന്ന് കാണുന്നു. അപ്പോൾ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും കുട്ടികളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടികൾ അടുത്തില്ല എന്ന് വേണം അനുമാനിക്കാൻ. കാരണം വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളാണ് പ്രകടമായിട്ട് കാണുന്നത്. ഒരുപക്ഷെ വളരെ ഏകാന്തതയൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാകും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരാളില്ല, അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ള ആളിനോട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രയാസമായിരിക്കാം ഇവിടെ കാണുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. ദൂരസ്ഥലത്താണെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെലിഫോണിലെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം അറിയുക. ദിവസവും നാരായണീയത്തിലെ ശ്രീകൃഷ്ണ അവതാരം ഭാഗം ഭക്തിപൂർവ്വം പാരായണം ചെയ്യുക. അത് കേൾക്കാം. കേട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അടുത്ത ക്ഷേത്രങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞോളൂ. നാരായണീയ പാരായണം ഇപ്പോൾ മസ്റ്റാണ്. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള മെയിൽസ് ആയിരിക്കും എടുക്കുക. അതിനുള്ള മറുപടി സൗജന്യമാണ്. പ്രോഗ്രാം കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം.